BSc സജാരിയിലേക്ക് സ്വാഗതം. 2025 നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 447 2023. അപ്പം ഈ പരീക്ഷ ജില്ലാതലത്തിലുള്ള ഒരു എക്സാമായിരുന്നു. 14 ജില്ലയ്ക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അത് 14 ജില്ലകളുടെയും ഓരോ ആഴ്ചകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലേൻ്റെയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ 2 രീതിയാണുള്ളത്. ഒന്നെങ്കിൽ ടെലഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഫയലുകൾ ഓരോ ഗ്രൂപ്പിലും ലഭ്യമാണ്. നിങ്ങൾ ആ ഫയലിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ PSCൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്താലും മതി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് മൈ റിസൾട്ട്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ആർ ഇൻക്ലൂഡഡ് ഇൻ ഈ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, അങ്ങനെ അതിൻ്റെ പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. ഇനി എല്ലാ ജില്ലയുടെയും മെയിൻസ് ഡേറ്റ് ഒരേ ദിവസമാണ്. 14 ജില്ല ആയതുകൊണ്ട് എല്ലാവർക്കും സംശയമുണ്ട് ഓരോ ദിവസങ്ങളിലാണോ എന്നുള്ളത്. LDC ഒക്കെ പോലെ അങ്ങനെയല്ല. ഈ 14 ജില്ലകളുടെയും മെയിൻസിൻ്റെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ഡേറ്റ് ഒരു ദിവസമാണ്, 2025 ജൂൺ 21. ഇനി അടുത്തത് ഈ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ്, ഓരോ ജില്ലയുടെ നിലവിലുള്ള വേക്കൻസി, പിന്നെ എത്ര പേര് ഈ മെയിൻസ് എഴുതാൻ ഓരോ ജില്ലയിൽ നിന്നും യോഗ്യത നേടി എന്നുള്ള ആ ഒരു എണ്ണവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോസ്റ്റും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ജില്ലേൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേക്കൻസി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിരാശരാകും. കാരണം 50 താഴെ മാത്രമേ ഉള്ളൂ ഓരോ ജില്ലയിലും, അല്ലെങ്കിൽ 10 താഴെ എന്ന് പറയാം, അല്ലെങ്കിൽ 20 താഴെ എന്ന് പറയാം. അപ്പോൾ അത്രയും വളരെ കുറവായിട്ടുള്ള വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഈ 5 ഒരു വേക്കൻസിക്കൊക്കെ വേണ്ടിയിട്ട് വെറുതെ പഠിച്ച് എഴുതണമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. അത് തെറ്റായൊരു ധാരണയാണ്. കാരണം ഇത് 3 വർഷത്തെ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ 3 വർഷം ഈ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ വരുന്ന വേക്കൻസികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം നിലവിലുള്ള വേക്കൻസിന് കൂടെ ഇനിയും 3 വർഷത്തിനുള്ളിൽ പുതിയ വേക്കൻസി ഇനിയും വരാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവാൻ. ആരെങ്കിലും പറയും ഒരു വേക്കൻസിയോട് വെറുതെ പഠിക്കേണ്ട എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളത് കേൾക്കരുത്. വേക്കൻസികൾ ഇനിയും റിപ്പോർട്ടാവാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ എടുത്ത് നോക്കിയപ്പോൾ 2023 അത് ലിസ്റ്റ് തീർന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 69 ആ റേഞ്ചിൽ അപ്പോയിൻമെൻറ്റുകളാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു കണക്ക് തന്നെ വിചാരിച്ചാൽ മതി. ഈ ഒരു വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലും ഏകദേശം ഇത്രയും റാങ്ക് ലിസ്റ്റിൽ അതിൽ കൂടുതൽ പേരുണ്ടാവും. പക്ഷേ ഈ ഒരു 60-70 റേഞ്ചിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ 50 റേഞ്ച് കൂട്ടിയാൽ മതി. അത്രയും പേർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ 100ൻ്റെ താഴെ പേർക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വഴി ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലായില്ലേ. പിന്നെ വേറൊരു കാര്യം, ഈ ലിസ്റ്റിൽ വന്നാൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കുറച്ച് ടോപ്പിലുള്ള ഒരു 50 പേർക്കൊക്കെ അല്ലേ കിട്ടുമോ എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലബോറട്ടറി അസിസ്റ്റൻറ്റിൽ ടോപ്പിൽ വരാൻ പോകുന്നവരൊക്കെ പല പല ലിസ്റ്റുകളിൽ ടോപ്പേഴ്സ് ആയിരിക്കും. അതായത് LDC ഉണ്ട് വരാൻ പോകുക, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, ഓഗസ്റ്റ് 1 വരുള്ളൂ. പിന്നെ മറ്റ് യൂണിഫോം പോസ്റ്റുകളൊക്കെ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട് അല്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പം ഇതൊക്കെ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഒരു ലബോറട്ടറി അസിസ്റ്റൻറ്റിൽ കിട്ടിയാലും ജോയിൻ ചെയ്യണമെന്നില്ല. അപ്പം അതിനാൽ തന്നെ അതൊക്കെ NJD ആയി പോവും. അതായത് അവർ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വേക്കൻ്റ് ആവും. അപ്പം പിറകിലുള്ളവർക്ക് കിട്ടും. അതായത് ചിലപ്പം ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ഈ ജോലി, പിറകിലേക്കുള്ള എല്ലാവർക്കും ചിലപ്പം ഈ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആദ്യത്തെ 7 വേക്കൻസിയിലുള്ളൂ, 1 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞ് എഴുതാതിരിക്കരുത്. ചിലപ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള 60 പേരാണെങ്കിൽ 60 പേർക്കും, അല്ലെങ്കിൽ 100 പേരാണെങ്കിൽ 100 പേർക്കും ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പിലുള്ള ചിലപ്പം 50 പേരും ജോയിൻ ചെയ്യലുണ്ടാവില്ല. അപ്പം ബാക്കിലുള്ള 50 പേർക്കായിരിക്കും
ഈ എന്താണ് ജോബ് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 പേര് റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 100ാമനാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. അല്ലെങ്കിൽ കൂടാതെ നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് റൊട്ടേഷൻ പ്രകാരമാണ് ഈ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരിക. അപ്പം 1ാമത്തെ റാങ്ക് കഴിഞ്ഞ് 2ാമത്തെ റാങ്കുകാരനായിരിക്കില്ല 2ാമത്തെ അപ്പോയിൻമെൻറ്റ് വരിക. ഈ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു വേക്കൻസി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ മാറി നിൽക്കരുത്. അപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്താണ്, കൂടുതൽ വേക്കൻസി ഇനി 3 വർഷത്തിനുള്ളിൽ വരാം. 2ാമത്തെ കാര്യം, ആദ്യത്തെ 50 പേര് ചിലപ്പം വേറെ റാങ്ക് ലിസ്റ്റിലൊക്കെ കയറി പോവുകയാണെങ്കിൽ പിറകിലുള്ള 50 പേരായിരിക്കും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് കയറാം. പിന്നെ 3ാമത്തെ കാര്യം റൊട്ടേഷൻ. നിങ്ങൾ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ആളേക്കാൾ മുന്നേ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ജില്ലേൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് ഓരോ ജില്ലേൻ്റെയും ഡീറ്റെയിൽസ് കാണാം. പിന്നെ എല്ലാവരും അടുത്ത ജൂൺ 21 പരീക്ഷയ്ക്ക് അത് LDC ലെവൽ എക്സാം തന്നെയാണ്, അതേ സിലബസ് തന്നെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സിലബസിൻ്റെ ലിങ്ക് കൂടിയും ടെലിഗ്രാം ലിങ്കിൻ്റെ ഫയല് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി നിങ്ങൾ നോക്കി ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക. എന്നാലേ ഒരു 100ൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾ കണ്ടിട്ട് ചിലപ്പം മറുപടി തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്